ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തോട്ടം മേഖലകളിലും കാർഷിക മേഖലകളിലും ക്രമീകരിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് രാവിലെ മുതൽ തന്നെ വോട്ടർമാർ ഒഴുകിയെത്തുകയാണ്. വിശദാംശങ്ങളുമായി അഖിൽ ചേർന്ന അഖിൽ, നാടിലൊക്കെയുള്ള പ്രചരണമായിരുന്നു മൂന്ന് മുന്നണികളും ദേവികുളം മണ്ഡലത്തിൽ നടത്തിയത്. ആവേശം ചോരാത്ത പ്രചരണം വോട്ടായി മാറുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. വോട്ടെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ 6 മണി മുതൽ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ചില പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ നീണ്ട വോട്ടർമാരുടെ നിര കാണാമായിരുന്നു. ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒരു തിരക്ക് രാവിലെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്രമേണ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പോകെ വരും മണിക്കൂറുകളിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും കൂടുതൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുമെന്നാണ് ഒരു പ്രതീക്ഷ. ദേവികുളം മണ്ഡലം നമുക്കറിയാം, തോട്ടം മേഖല, അതുപോലെ കാർഷിക മേഖല, ആദിവാസി മേഖല, എല്ലാ മേഖലകളും ചേർന്ന ഒരു മണ്ഡലമാണ് ദേവികുളം മണ്ഡലം. വളരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ഒരു ഘട്ടം മുതൽ മൂന്ന് മുന്നണികളും LDF ആയാലും UDF ആയാലും NDA ആയാലും സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ച് വളരെ വീറോടും വാശിയോടും കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും മുന്നണികൾ കാഴ്ചവെച്ചത്. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ആവേശം പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദൂര ആദിവാസി മേഖലയായ ഇടമലക്കുടിയിലും അതുപോലെ കുർത്തിക്കുടിയിലടക്കം പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ തന്നെ ഈ വിദൂര ആദിവാസി ഇടങ്ങളിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിച്ചിരുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള തടസ്സവും നേരിടാതിരിക്കാനുള്ള ക്രമീകരണങ്ങളടക്കം, സുരക്ഷാ മുൻകരുതൽ ജാഗ്രതയടക്കം ജില്ലാ ഭരണകൂടമടക്കം സ്വീകരിച്ചിട്ടുണ്ട്. ദേവികുളം മണ്ഡലം ആകെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ 10-ലധികം പഞ്ചായത്തുകളും 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുമാണ് ദേവികുളം മണ്ഡലത്തിലുള്ളത്. മൂന്നാർ, ദേവികുളം ഡിവിഷനുകൾ, അതുപോലെ അടിമാലി, വെള്ളത്തുവൽ ഡിവിഷനുകൾ, ഇതാണ് 4 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. ഇത് നിലവിൽ ഈ അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അത് UDF ൻ്റെ സിറ്റിംഗ് ഡിവിഷനാണ്. വെള്ളത്തുവൽ ഡിവിഷൻ അത് പുതുതായി രൂപീകരിച്ചിട്ടുള്ള ഒരു ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഡിവിഷനിൽ പ്രഥമ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ബാക്കി മൂന്നാർ, ദേവികുളം ഡിവിഷനുകൾ അത് നിലവിൽ LDF ൻ്റെ കൈവശമിരിക്കുന്ന ഡിവിഷനുകളാണ്. ഈ ഡിവിഷനുകളൊക്കെയും വളരെ വാശിയേറിയ ഒരു മത്സരം ആണ് നടക്കുന്നത്. ഈ മൂന്നാർ, ദേവികുളം ഡിവിഷനുകൾ തിരികെ പിടിക്കാമെന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ ഈ വെള്ളത്തുവൽ അതുപോലെ അടിമാലി ഡിവിഷനുകൾ കൈക്കലാക്കാമെന്ന് LDFും കണക്ക് കൂട്ടുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ഭരണം തുടരുന്നൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ പ്രചാരണത്തിലൂടെയും മികവുറ്റ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തി ആ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷ LDF വെച്ച് പുലർത്തുന്നുണ്ട്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ LDFൻ്റെ കൈവശമുള്ളൊരു പഞ്ചായത്താണ്. അവിടെയും ഈ രീതിയിൽ ഭരണം തിരികെ പിടിക്കാമെന്ന ആ ഒരു പ്രതീക്ഷ UDF വെച്ച് പുലർത്തുന്നു. പ്രധാന പഞ്ചായത്തുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അടിമാലി പഞ്ചായത്ത് അത് ഇപ്പം നിലവിൽ UDFൻ്റെ കൈവശമാണ്. മൂന്നാർ പഞ്ചായത്ത് UDFൻ്റെ കൈവശമാണ്. പള്ളിവാസൽ പഞ്ചായത്ത് അത് LDFൻ്റെ കൈവശമാണ്. വെള്ളത്തുവൽ പഞ്ചായത്ത് LDFൻ്റെ കൈവശമാണ്. ഇത്തരത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ മുന്നണികൾ മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളൊക്കെയും തിരികെ പിടിക്കാമെന്ന ഒരു പ്രതീക്ഷ ഇടത് വലത് മുന്നണികൾ മുമ്പോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ NDAയും ഇത്തവണ ദേവികുളം മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. വട്ടവടയും ഇടമലക്കുടിയും ആ 2 പഞ്ചായത്തുകളിൽ ഇവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പഞ്ചായത്തുകളാണ്. കഴിഞ്ഞ തവണയൊക്കെ ഏതാനും മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാൻ NDA മുന്നണിക്ക് സാധിച്ചിരുന്നു. ഇത്തവണ കൂടുതൽ മെമ്പർമാരെ വിജയിപ്പിച്ചെടുത്ത് ഭരണം പിടിക്കാമെന്ന ഒരു പ്രതീക്ഷ NDA മുമ്പോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിൽ LDFനും UDFനും NDA മുന്നണി 3 മുന്നണികൾക്കും ഒരേപോലെ പ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലമാണ് ദേവികുളം നിയോജക മണ്ഡലം. ഈ ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. വോട്ടർമാർ വളരെ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്.